പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ AEWൻ്റെ വേൾഡ്സ് എൻഡ് 2024 എന്ന പേപ്പർ വ്യൂവിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് കസ്റ്റിക ഒക്കാഡ വേഴ്സസ് വിൽ ഓസ്പ്രേ തമ്മിൽ നടന്ന കോണ്ടിനെൻ്റൽ ക്ലാസിക് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിൽ കസ്റ്റിക ഒക്കാഡ വിജയിച്ചതിന് ശേഷം കെന്നി ഒമേഗയുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. കെന്നി ഒമേഗ വന്നിട്ട് കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് കസ്റ്റിക ഒക്കാഡയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതും രണ്ട് പേര് ഫേസ് ടു ഫേസ് നിൽക്കുന്നതും പിന്നീട് കെന്നി ഒമേഗ ആ റിങ് വിട്ട് ഇറങ്ങുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ വേൾഡ്സ് എൻഡിൽ തന്നെയാണ് രണ്ട് സെമി ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞത്. അതിൽ ഒന്നിൽ കയൽ ഫ്ലെച്ചറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിൽ ഓസ്പ്രേ ഫൈനലിലേക്കും കസ്റ്റിക ഒക്കാഡ റിക്കഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്കും യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഗംഭീരമായിട്ടുള്ള ഫൈനൽ മത്സരത്തിലാണ് കസ്റ്റിക ഒക്കാഡയ്ക്ക് വിജയിക്കാൻ സാധിച്ചത്. കെന്നി ഒമേഗ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച അതേ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപുള്ള ഒരു റിട്ടേൺ AEWയിലേക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. അതാണ് നമുക്ക് ഇന്നത്തെ ഈ പേപ്പർ വ്യൂയിലൂടെ കാണാൻ സാധിച്ചത്. രണ്ടാമത്തേത് മെയിൻ ഇവൻറ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഒരു ഫേറ്റൽ 4-വേ വേൾഡ് ടൈറ്റിൽ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജോൺ മോക്സ്ലി, ജെ വൈറ്റ്, ഹാങ്മാൻ ആദം പേജ്, ഓറഞ്ച് കാസിഡി തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഫേറ്റൽ 4-വേ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പെട്ടെന്ന് അതിനു മുൻപ് എൻഡ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ലൈവായി കണ്ടപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു എൻഡിങ് ഡെത്ത് റൈഡേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ് മത്സരത്തിൽ ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനുള്ള കാരണം. ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്തത് കണ്ടപ്പോൾ കാണികളൊക്കെ വലിയ ഒരു ഞെട്ടലിലാണ് ഉണ്ടായത്. കാരണം പെട്ടെന്ന് മാച്ച് ഫിനിഷ് ആയപ്പോൾ അതിനേക്കാൾ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എൻഡിങ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് FTR എന്ന് പറയുന്ന ടീമിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. FTR മെഡിക്കലി ക്ലിയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാറി നിന്നത്, അവരുടെ ഒരു തിരിച്ചുവരവ്. കൂടാതെ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്നുണ്ടായിരുന്ന WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജ്, ആദം കോപ്ലാൻഡ് എന്ന് പറയുന്ന AEWൻ്റെ മുൻ TNT ചാമ്പ്യൻ്റെ ഒരു തിരിച്ചുവരവ്. അവർ വന്നിട്ട് പിന്നീട് ഡെത്ത് റൈഡേഴ്സിനെതിരെ ആ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അവസാനം എഡ്ജ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സ്റ്റോറിയിലേക്ക് ഉപയോഗിച്ച് വരുന്ന ആ സ്റ്റീൽ ചെയറിൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് ഇങ്ങനെ എതിരാളികളിൽ നേരെ ഒരു സബ്മിഷൻ യൂസ് ചെയ്യുന്ന രീതി ജോൺ മോക്സ്ലിക്കെതിരെയും യൂസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അവസാനം ആ ഒരു ഫൈറ്റിൽ ക്ലൗഡിയോ കാസ്റ്റനോളി ജോൺ മോക്സ്ലിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ എഡ്ജ് അഥവാ ആദം കോപ്ലാൻഡ് ഇനി വരുന്ന ഡൈനാമൈറ്റ് എപ്പിസോഡിലേക്ക് ഒരു 6-man ടാഗ് ടീം മത്സരത്തിന് ഡെത്ത് റൈഡേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നതും മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ആ ഒരു എൻഡിങ് അവർ ഈ വേൾഡ്സ് എൻഡ് പേപ്പർ വ്യൂവിന് കൊടുത്തിട്ടുണ്ട്. വേൾഡ്സ് എൻഡ് പേപ്പർ വ്യൂയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.